ഈശ്വര അനുഗ്രഹത്താൽ ലഭിച്ച കാഴ്ച നന്മകളെയും സത്യത്തെയും ധർമ്മത്തെയും കാണാനാണ്. അല്ലാതെ ദുഷിച്ചതായ പ്രവൃത്തികൾ കണ്ട് ആനന്ദിക്കാനല്ല. കാതുകൾക്ക് കേൾവിശക്തി നൽകിയത് സൽക്കർമ്മങ്ങളെപ്പറ്റി കേൾക്കാനാണ്, മറിച്ച് ദുഷിച്ചതായ വാക്കുകൾ കേൾക്കാനല്ല. സംസാരിക്കാനുള്ള കഴിവ് ഈശ്വരൻ നമുക്ക് തന്നത് നല്ല നല്ല വാക്കുകൾ ഉച്ചരിക്കാനാണ്, അല്ലാതെ മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്ന വാക്കുകൾ പറയാനല്ല. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് ഈ കഴിവുകളില്ലാത്തവരായി എത്രയോ പേരുണ്ട്. അപ്പോൾ നമുക്ക് സൗഭാഗ്യമായി ഈശ്വരൻ നൽകിയ ഈ വരദാനം ദുഷ്ടശക്തികൾക്ക് ഉപയോഗ്യം ആക്കുവാനല്ല, മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുക, വേദനാജനകമായ വാക്കുകൾ ഉച്ചരിക്കുക തുടങ്ങി തിന്മകൾ നിറഞ്ഞ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുവാനല്ല. നമുക്ക് നൽകിയിരിക്കുന്നതായ കാഴ്ചശക്തിയും കേൾവിശക്തിയുമെല്ലാം നന്മയുടെ വശങ്ങളിലേ നാം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈശ്വരൻ എന്ന സത്യത്തെ മറന്നുള്ള പ്രവൃത്തികൾ ഒരിക്കലും ചെയ്തുകൂടാ. അങ്ങനെ ഉപയോഗം ചെയ്യുന്നവർക്ക് അതിനുള്ള തിരിച്ചടിയും കിട്ടുമെന്നതിൽ സംശയമേയില്ല. പല ദുഷ്ടപ്രവൃത്തികളും കാണുകയോ കേൾക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ മനസ്സിൻ്റെ സഹായത്താൽ അതിൽ നിന്നും പിന്തിരിയേണ്ടതാണ്. ഈശ്വരൻ വരദാനമായി നൽകിയ കഴിവുകൾ പവിത്രമായി തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഇതിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് പാപത്തിൻ്റെ വഴികളിലേക്ക് നാം നയിക്കപ്പെടുന്നത്. പലരും പല അപകടങ്ങളിലും ചെന്ന് ചാടുന്നത് ഇവയുടെ ദുരുപയോഗത്താൽ തന്നെയാണ്. കണ്ണുകൾ കൊണ്ട് നാം നന്മയെ കാണുക, സകല വസ്തുക്കളിലും ഈശ്വര ചൈതന്യത്തെ കാണുക. കേൾവിശക്തി കൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കേൾക്കാനല്ല, നല്ല നല്ല വാക്കുകൾ കേൾക്കുക, മനസ്സിലേക്ക് ആ നന്മയെ എത്തിക്കുക. നമ്മുടെ ഓരോ വാക്കുകളും മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതും അവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നതും ആക്കി മാറ്റുക. ഈശ്വരനെ ഓരോ നിമിഷവും സ്മരിക്കുക. ഒരു വൈകല്യവും തരാതെ ഈശ്വരകൃപ നമ്മിൽ ചൊരിഞ്ഞതിന് നന്ദി പറയുക. നമ്മുടെ ജീവിതം ആനന്ദകരമാകണമെങ്കിൽ ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈശ്വരനെ ഓർക്കുക. ജീവിതം താളം തെറ്റുന്നത് അധികവും ഇവയുടെയൊക്കെ ദുരുപയോഗം മൂലമെന്ന സത്യം മറക്കാതിരിക്കുക. നമുക്ക് നാം തന്നെ ശത്രു ആകാതിരിക്കുക. ജന്മസിദ്ധമായതെല്ലാം കർമ്മഭൂമിയിൽ സാധൂകരിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ഈ ജന്മം കൊണ്ടെന്ത് ഫലം? ഓരോ ജനനവും വിശിഷ്ടമാകുന്നത് സൃഷ്ടിയിലെ അനന്യത കൊണ്ട് തന്നെ. ഒരാളും മറ്റൊരാളെ പോലെ ആകില്ല എന്നതാണ് പ്രകൃതി നിയമം. സഹജമായവ സഞ്ചരിക്കുന്ന വഴികളെ സൗന്ദര്യപൂർണമാക്കണം. കർമ്മം ജന്മത്തിൻ്റെ സാധൂകരണമാകണം. എന്താണ് എന്നതുപോലെ പ്രധാനമാണ് എവിടെയാണ് എന്നതും. ദിശ മനസ്സിലാവാത്തത് മൂലമോ വണ്ടിയിൽ മാറിക്കയറിയതുകൊണ്ടോ തനിച്ചാവാതിരിക്കാൻ ആളുകൾ ഉള്ളിടത്ത് തള്ളിക്കയറിയതുകൊണ്ടോ ആദ്യം കണ്ട സ്ഥലത്ത് ചാടിയിറങ്ങിയതു മൂലമോ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ എത്തിച്ചേരാനാകാതെ പോയവരെ പോലെയാണ് നമ്മളിൽ പലരും. മത്സ്യം വളരേണ്ടത് വെള്ളത്തിലും മനുഷ്യർ വളരേണ്ടത് കരയിലുമാണ്. തിരിച്ചായാൽ നൈസർഗീയത നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ജീവൻ പോലും നഷ്ടപ്പെടും. ജന്മം പോലെ തന്നെ പ്രധാനമാണ് കർമ്മവും. കർമ്മമാണ് ജന്മത്തെ സാധൂകരിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ ഒരാളുടെയും യഥാർത്ഥ ജീവിതം ഇതുവരെ ഒരിക്കലും ഒരു കാലത്തും നേർരേഖയിൽ ഉയർച്ചയിലേക്ക് മാത്രം സഞ്ചരിച്ചിട്ടില്ല. കാലാനുസൃതമായി പലപ്പോഴും ഉയർന്നും താഴ്ന്നും തിരിഞ്ഞും മറിഞ്ഞും ചിലപ്പോഴൊക്കെ തകർന്നടിഞ്ഞും പിന്നീട് നഷ്ടപ്പെട്ടതൊക്കെ വാശിയോടെ തിരിച്ചു പിടിച്ചുമൊക്കെ തന്നെയാണ് ഓരോരുത്തരും സ്വന്തം ജീവിതം മുന്നോട്ട് നിരന്തരം കൊണ്ടുപോകുന്നത്. ഇതിനിടെ സ്വന്തം വാശികളൊക്കെ ചിലരുടെ മുന്നിൽ മനഃപൂർവ്വം ജയിക്കാമായിരുന്നിട്ടും തോറ്റുകൊടുത്തും നമ്മളോട് സത്യത്തിൽ ഒരടുപ്പവും മാനസികമായി ഇല്ലാത്തവർക്ക് മുന്നിൽ പോലും അവർ നമ്മൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരായതുകൊണ്ട് തോറ്റുകൊടുത്ത് സ്വന്തം വാശിയും ജീവിതമൊക്കെ മാറ്റിവെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് യഥാർത്ഥ ജീവിതം. ഓടിത്തോൽപ്പിക്കാൻ എളുപ്പമാണ്, കരുത്തുമതി. ഓടിത്തളർന്നവരെ ജയിപ്പിക്കാൻ കരുതലും കൂടി വേണം. തനിച്ച് ഓടുന്നവയൊന്നും ഓട്ടമത്സരങ്ങളല്ല. ആർക്കും സമ്മാനം ലഭിക്കുകയുമില്ല. കൂടെ ഓടാൻ കുറേ പേർ ഉള്ളതുകൊണ്ടാണ് ആർക്കെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ലഭിക്കുന്നത്. കായികശേഷി ഉള്ളതുകൊണ്ട് മാത്രം ആരും വിജയികളാകില്ല.
മറ്റാർക്കുമില്ലാത്ത മനോബലവും ആർക്കും തകർക്കാനാകാത്ത കാഴ്ചപ്പാടുകളും ഉള്ളവർ മാത്രമാണ് വിജയത്തിൻ്റെ യഥാർത്ഥ നിർവചനത്തിലെത്തുന്നത്. എല്ലാവരെയും തോൽപ്പിച്ചുവെന്ന അഭിമാനത്തോടെ വിജയപീഠത്തിൽ നിൽക്കുമ്പോൾ തൊട്ടുപിറകിൽ എത്തിയവരെയും തോറ്റു പിന്മാറിയവരെയും തുടങ്ങാൻ പോലും ആകാതെ തിരിഞ്ഞോടിയവരെയും നോക്കണം. തുടർച്ചയായി 4-ാം തവണ സ്വർണ്ണ മെഡൽ നേടുന്നവരോടൊപ്പം തുടർച്ചയായി 4-ാം തവണ അവസാന സ്ഥാനത്തായി പോയവരും ഉണ്ടാകും. ഒന്നാമതെത്തിയവൻ്റെ ആത്മാഭിമാനത്തെക്കാളും പോരാട്ട വീര്യത്തെക്കാളും വലുതാണ് അവസാനമെത്തിയവൻ്റെ ആത്മവിശ്വാസം. ഈ ലോക ജീവിതത്തിൽ മനുഷ്യ സ്വഭാവം അവരവരുടെ ജീനിന് അനുസരിച്ച് തികച്ചും വ്യത്യസ്തമായിരിക്കും. ചിലർ പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെയാണ്. മരങ്ങളിൽ ഉയരത്തിലേക്ക് തത്തിപ്പിടിച്ച് കയറുവാനേ അറിയൂ. കൃത്യമായി അവർക്ക് തിരിച്ചിറങ്ങുവാൻ അറിയില്ല. നമ്മുടെ കൂട്ടത്തിൽ പല മനുഷ്യരും അങ്ങനെ തന്നെയാണ്. എങ്ങനെയെങ്കിലും എവിടെയായാലും ഏത് സംഘടനയായാലും അധികാരത്തിലേക്ക് തത്തിപ്പിടിച്ചു കയറുവാനേ അവർക്കറിയൂ. കയറിക്കഴിഞ്ഞാൽ കൂടെയുള്ളവർക്ക് വേണ്ടി സ്വയം മാറിക്കൊടുക്കാനോ കൂടെയുള്ളവരെ തൻ്റെ തലത്തിലേക്ക് ഉയർത്തുവാനോ പോലും ഇക്കൂട്ടർ ഒരിക്കലും ശ്രമിക്കില്ല. പകരം തൻ്റെ കസേരയ്ക്ക് ഇളക്കം വരാതെ നോക്കാനേ മിക്കവാറും ഇക്കൂട്ടർ ശ്രമിക്കൂ. പലപ്പോഴും ഇത്തരക്കാർ മരിച്ചേ തൻ്റെ സ്ഥാനം അല്ലെങ്കിൽ കസേര മറ്റൊരാൾക്ക് ഒഴിഞ്ഞു കൊടുക്കുകയുള്ളൂ. ആരുടെയെങ്കിലും ഒപ്പം ഇടപഴകുമ്പോൾ നല്ലതും മോശവുമായ അനുഭവങ്ങൾ അവരിൽ നിന്ന് അനുഭവിക്കുമ്പോൾ കർമ്മഫലത്തിൽ വിശ്വാസമുള്ളവർ പറയുന്ന വാക്കാണ് എല്ലാം എൻ്റെ പൂർവജന്മ പാപം അല്ലെങ്കിൽ പൂർവജന്മ സുഹൃതം എന്ന്. എന്നിരുന്നാലും ആ പ്രത്യേക വ്യക്തിയോടൊപ്പം സംഭവിച്ച മുൻകാല കർമ്മങ്ങളുടെ കണക്ക് അവരിലൂടെ തന്നെ തീരുകയാണെന്നാണ് കൂടുതൽ പേരും ധരിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി വിശാലമായി ഈ വിഷയം ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാകുന്ന കാര്യം എന്തെന്നാൽ കർമ്മത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ വ്യക്തിഗതമായ കടം കടം വീട്ടലും പോലെയല്ല എന്നതാണ്. നമ്മൾ ഒരു കല്ലിൽ തട്ടി വീണ് തല പൊട്ടിയാൽ ആ കല്ല് പൂർവജന്മ പ്രതികാരം വീട്ടിയതാണെന്ന് പറയാൻ കഴിയുമോ? ഒരു രോഗം വന്ന് കിടപ്പിലായാൽ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുമ്പോൾ ആ രോഗാണുക്കൾ പ്രതികാരം തീർക്കുകയാണെന്ന് പറയാൻ സാധിക്കുമോ? വാസ്തവത്തിൽ എന്താണ് ഈ കർമ്മക്കണക്ക്? ആത്മാവ് ശരീരം സ്വീകരിച്ച നിമിഷം മുതൽ പ്രകൃതി എന്ന മഹാശക്തിയോടൊപ്പമാണ് കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത്. ഞാൻ ഈ ഭൂമിയിൽ വച്ച് ആരോട് ദേഷ്യപ്പെട്ടാലും ആരെ ഹിംസിച്ചാലും ആരെ സ്നേഹിച്ചാലും ഭൂമിയുടെ പ്രവർത്തന തത്വത്തിലെ നിയമങ്ങളെയാണ് ഞാൻ ലംഘിക്കുന്നത്. അതിന് മറുപടി തരുന്നത് എൻ്റെ മുന്നിൽ അന്ന് നിന്ന ആ വ്യക്തി തന്നെ ആകണമെന്നില്ല. ഒരു ബാങ്കിൽ പണം നിക്ഷേപിച്ച ശേഷം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു ലഭിക്കുമ്പോൾ ആ ബാങ്കിൽ അന്ന് നമ്മളോട് ഇടപെടുന്നത് പണ്ട് നമ്മളോട് പണം സ്വീകരിച്ച വ്യക്തി ആകണമെന്നില്ല. നമുക്ക് തരുന്നത് പണ്ട് കൊടുത്ത അതേ കറൻസികൾ ആയിരിക്കണമെന്നില്ല. പക്ഷേ ആ മൂല്യവും അതിൻ്റെ പലിശയും കൃത്യമായി ലഭിക്കും. അതുപോലെ നമ്മളിൽ നിന്ന് പ്രസരിച്ച നന്മയുടെയോ തിന്മയുടെയോ ഫലം മാത്രമാണ് തിരിച്ചു വരുന്നത്. അത് ആരിൽ നിന്നാകണം, എപ്രകാരമാകണം എന്നത് പ്രപഞ്ച തീരുമാനങ്ങളാണ്. അത് ആരുടെയും വ്യക്തിഗതമായ തിരിച്ചുതരലല്ല. എന്നാൽ ഈ രഹസ്യമറിയാത്തവർ പാപം വ്യക്തികളുമായി ഏറ്റുമുട്ടും. താൻ കാരണം വന്നുഭവിച്ച കടം പെരുകി ജപ്തി നോട്ടീസുമായി വന്ന പോസ്റ്റുമാനെ ഞാൻ ഉപദ്രവിച്ചിട്ടെന്ത് കാര്യം? ഇതറിയാത്തവർ കൂടുതൽ സങ്കീർണമായ പുതിയ കർമ്മബന്ധനങ്ങൾ സൃഷ്ടിച്ച് ബുദ്ധിമുട്ടും. ഈ രഹസ്യമറിയാതെ അഥവാ വ്യക്തികളിലൂടെ കർമ്മഫലങ്ങൾ തിരിച്ച് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ രോഗമായോ അപകടമായോ അകാരണ മാനസിക സംഘർഷമായോ ഒക്കെ വന്ന് അവസാനം ആ കർമ്മഫലം നമ്മളിൽ തന്നെ സമാപിക്കും. അപ്പോൾ നമ്മൾ ആരെ കുറ്റപ്പെടുത്തും? ആരോട് പ്രതികാരം ചെയ്യും? അതിനാൽ മുൻകാല പാപകർമ്മ ഫലങ്ങളെ അതിജീവിക്കുവാൻ ഇപ്പോഴത്തെ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. നന്മതിന്മകളും അതിൻ്റെ ഭാവിയും മനസ്സിലാക്കി തരുകയല്ലാതെ ഇതിലൊന്നും ഈശ്വരൻ ഇടപെടുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.